സ്കൂളുകളും കോളേജുകളും IT പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട് CPU കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണെന്ന്. സ്മാർട്ട് ഫോണിന്റെ CPU പ്രോസസറിലാണ് നൽകിയിരിക്കുന്നത്. CPUവിനുള്ളിലെ പ്രധാന ഘടകം കോറുകളാണ്. CPUവിന്റെ പണിയെടുക്കുന്നത് ഈ കോറുകളാണ്. രണ്ടു തരം കോറുകളാണ് ഇതിലുള്ളത്. ഒന്ന് ഹൈ പെർഫോമൻസ് കോറുകൾ, ഇത് വേഗത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. രണ്ടാമത്തേത് പവർ എഫിഷ്യന്റ് കോറുകൾ, ഇത് താരതമ്യേന ചെറിയ കോറുകളാണ്. കുറഞ്ഞ ബാറ്ററി ഉപയോഗത്തിൽ പ്രവർത്തിക്കുന്നവയാണിത്. ഫോണിൽ ബാറ്ററി സേവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സാധാരണ ഉപയോഗത്തിൽ കോറുകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ബാറ്ററി സേവർ ഓൺ ചെയ്താൽ പവർ സേവിംഗ് ആയ ഒരു ചെറിയ കോർ മാത്രമേ ഫോൺ ഉപയോഗിക്കത്തുള്ളൂ. മറ്റുള്ള കോറുകൾ വിശ്രമിക്കും. ഫോണിൽ ഗെയിം കളിക്കുമ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒന്നിലധികം കോറുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായുണ്ട്. അപ്പോൾ ബാറ്ററി വേഗം തീർന്നു പോകും. എന്നാൽ കോളിംഗ്, വാട്സാപ്പ്, യൂട്യൂബ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ട്രോങ് കോർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫോൺ രാവിലെ ആദ്യമായി ഓൺ ചെയ്യുമ്പോൾ സ്മൂത്തായി ഫോൺ സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഈ സിംഗിൾ കോറിന് നല്ല സ്പീഡ് ഉണ്ടാകണം. അതിന് പ്രധാനമായും നോക്കേണ്ടത് ഗീക്ക് ബെഞ്ച് സ്കോർ ആണ്. ഗീക്ക് ബെഞ്ച് സ്കോറിൽ ഒരു ഫോണിന്റെ സിംഗിൾ കോറിന്റെയും മൾട്ടിപ്പിൾ കോറിന്റെയും സ്കോർ നിങ്ങൾക്ക് കാണാം. ബേസിക് യൂസിനുള്ള ഉപയോഗത്തിൽ സ്പീഡ് കിട്ടുവാൻ സിംഗിൾ കോറിന്റെ സ്കോർ മിനിമം 1000 എങ്കിലും ഉണ്ടാകണം. പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഈ സ്കോർ നോക്കി വാങ്ങിയാൽ ഹാങ് ആകുന്ന പ്രശ്നം പൂർണ്ണമായി ഒഴിവാക്കാം. കോറുകളുടെ എണ്ണത്തെക്കാൾ കോറിന്റെ ക്വാളിറ്റിയാണ് സ്പീഡ് നൽകാൻ സഹായിക്കുന്നത്. ഉദാഹരണത്തിന് ചില തൊഴിലാളികൾ ഒരേ സമയം 2 ചാക്ക് സിമന്റ് ചുമന്നുകൊണ്ട് പോകാൻ അവർക്ക് കഴിയും. എന്നാൽ ചിലർക്ക് ഒരു ചാക്ക് തന്നെ ചുമക്കുന്നത് കഷ്ടപ്പെട്ടാണ്. ശരീരത്തിന്റെ ആരോഗ്യമാണ് ഇവിടെ ബാധിക്കുന്നത്. അതുപോലെ കോറിന്റെ ക്വാളിറ്റിയാണ് അതിന് താങ്ങാവുന്ന വർക്ക് ലോഡിന്റെ പരിമിതി നിശ്ചയിക്കുന്നത്. ബേസിക് വേരിയന്റ് ഫോണുകളിൽ വരുന്ന പ്രോസസ്സറിലെല്ലാം ഒരു കോറിൽ ഉള്ള പ്രവർത്തനം കുറവാണ്. മിനിമം 4 കോറെങ്കിലും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. കാരണം 4-4 എന്ന ഒരു സ്ട്രക്ചറിലാണ് കോറുകൾ വരുന്നത്. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ കൂടുതലായിരിക്കും. എന്നാൽ അവസാന ജനറേഷൻ പ്രോസസ്സറുകളിൽ ഒരു സ്ട്രോങ് കോറും 3 കോറുകളുടെ ഒരു സെറ്റും 4 കോറുകളുടെ മറ്റൊരു സെറ്റുമാണ് വരുന്നത്. ഇതുവഴി ബാറ്ററി ഡ്രെയിൻ നല്ല രീതിയിൽ കുറയ്ക്കുവാൻ കഴിയും.